ഹേ ഗായ്സ്, ഇത് ഷോപ്പിംഗ് ഡേ 2 ആണ് ഇന്ന്. അപ്പം ഫസ്റ്റത്തെ ഡേ പോയപ്പം എനിക്ക് ഡ്രസ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് എന്തായാലും കിട്ടണം എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷേ എല്ലായിടത്തും ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഡ്രസ്സെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി. എങ്കിലും ഇതല്ലേന്ന് വിചാരിച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഒരു പാർട്ടി വെയർ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തിയപ്പോഴേക്കും ഓൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. വെയിലത്ത് കൂടെ എന്തായാലും നടന്നല്ലേ പറ്റൂ, ചെയ്തല്ലേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്ന ഡ്രസ്സ്. അതിലൊരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ ഞാൻ അതൊന്നും കാണിക്കണില്ല. ഞാൻ ഈദിൻ്റെ വ്ളോഗായിട്ട് സെപ്പറേറ്റ് ഒരു വ്ളോഗ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേതാണ് എനിക്ക് കൂടുതൽ മാച്ച് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഏതാണ് ഞാൻ എടുത്തിട്ടുണ്ടാവുക എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങാൻ കയറിയിട്ടാണ്, ഫാൻസി വാങ്ങാൻ പോയി. ഫാൻസിയൊക്കെ വാങ്ങി. എല്ലാത്തിനും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഗൈസ്. ഇപ്പൊ ഒന്നും വാങ്ങല് നടക്കില്ല എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഞങ്ങള് ഒരു ജവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഒരു ഷോപ്പിൽ കയറിയതാണ്. ജവർമ്മ കഴിക്കാൻ വേണ്ടി പോയതാണ്. എവിടെ പോയാലും ടോയ്സ് വാങ്ങുന്ന എന്റെ മകനെ പോലുള്ള ഏതെങ്കിലും മക്കളുണ്ടാവും എനിക്കറിയില്ല. എന്ത് കണ്ടാലും ഭയങ്കര വാശിയാണ് വാങ്ങിക്കൊടുക്കാൻ അവന്റെ വാപ്പയും. അങ്ങനെ ഞങ്ങള് ഷവർമ്മ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഷവർമ്മ കിട്ടി. സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും കുട്ടി കഴിക്കാത്തതുകൊണ്ട് അവന് ഐസ്ക്രീമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ അവന് അടുത്ത ടോയ് വേണം. അത് മിഠായിമ്മ ഒരു ടോയ് ഫ്രീ. മിഠായിയാണ് വാങ്ങിയത്, പക്ഷെ അതിമ്മ ഒരു ടോയ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവന് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു വാങ്ങി. അറ്റ് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ടോയ് വാശി പിടിക്കുമ്പോൾ ഞാൻ വാങ്ങി കൊടുക്കണ്ടെന്ന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവന് കരയണ്ട, ഇതൊക്കെ ചെറിയ സാധനങ്ങളല്ലേ എന്നും പറഞ്ഞിട്ട് വാങ്ങി കൊടുക്കുകയാണ്. ഇങ്ങനെ ചെറുത് വാങ്ങിയിട്ടാണ് പിന്നെ വലുതാവുമ്പോൾ അവർക്ക് എല്ലാം കിട്ടണമെന്ന് വാശിയായിരിക്കും അല്ലേ. അങ്ങനെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അതും പിക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇത് എൻ്റെ സെക്കൻഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞറിയിക്കുക. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. ഓക്കെ, ബൈ.